യോഹന്നാൻ്റെ സുവിശേഷം എൻ്റെ 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. യേശു വീണ്ടും ജനക്കൂട്ടത്തോട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, പിന്നെയോ അവൻ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തും എന്ന് പറഞ്ഞു. കർത്താവ് അരുളിച്ചെയ്യുകയാണ്, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, അവൻ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ വിളിക്കുന്നത് അവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം വെളിച്ചമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന എല്ലാവരും നടക്കുന്നത് അവൻ്റെ വെളിച്ചത്തിലാണ് എന്ന് ദൈവവചനം പറയുന്നു. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഇരുളിൻ്റെ എല്ലാം നീങ്ങിപ്പോകുന്നു. തിന്മയുടേതായ കാഴ്ചപ്പാടുകൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. തിന്മയുടേതായ പ്രവൃത്തികളെല്ലാം നീങ്ങിപ്പോകുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മെ ശുദ്ധീകരിക്കുന്ന വെളിച്ചമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലേക്ക് ചൊരിയപ്പെടുന്നത് അവൻ്റെ വചന കേൾവിയിലൂടെയാണ്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മിലുള്ള തിന്മയായിട്ടുള്ള കാഴ്ചപ്പാടുകളും തിന്മയായിട്ടുള്ള പ്രവൃത്തികളും പാപത്തോടുള്ള താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് കൂടുതൽ ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവവചനം നമ്മൾ കേൾക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ, തിന്മയുടെ പ്രവർത്തനങ്ങളിൽ മാറിക്കൊണ്ട് ദൈവവചന അനുഷ്ഠാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ഇത് നമ്മെ കൂടുതൽ പ്രകാശിതരാക്കി തീർക്കുന്നു. കൂടാതെ അവൻ വെളിച്ചമായിരിക്കുന്ന പോലെ അവൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ വിശുദ്ധിയുടെ ഓഹരിക്കാരാക്കി നമ്മെ മാറ്റുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതം നമ്മെ വിളിക്കുന്നത് അവൻ്റെ വെളിച്ചത്തിൽ നടക്കാനാണ്. അവൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നടന്നാൽ നാം ജീവൻ്റെ വെളിച്ചമുള്ളവരാകും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ജീവൻ്റെ വെളിച്ചത്തിൻ്റെ ഓഹരിക്കാരാകാൻ ഈ ദൈവവചനം ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും കൃപയാനുഗ്രഹം നൽകട്ടെ.